ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നോഗ്രാഫിൻ്റെ പുത്തനൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു നമ്മുടെ ഫേസിലൊക്കെ ആകെ ഒരു ലെറ്റർ കൂടി ചേർന്ന് നിൽക്കുന്ന പോലത്തെ ഫോട്ടോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ PicsArt എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ മാത്രം മതി, വേറെ ഒരു ആപ്ലിക്കേഷൻ വേണ്ട. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക നമ്മുടെ വീഡിയോയിലോട്ട്. അപ്പോൾ നമുക്ക് നേരെ പോകാം. അതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ അതിനായിട്ട് നമ്മുടെ PicsArt എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൈഡിലായിട്ട് എഫക്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എഫക്ട്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എഫക്ട്സ് എന്നുള്ളത് തന്നെ ഇടുക. അതിനുശേഷം ഇങ്ങനെ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുക. അവിടെയായിട്ട് നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് കാണാൻ സാധിക്കും. അതുവരെ നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുക. ഇവിടെ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ഓപ്ഷനെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും ഇമേജ് വരുന്നത്. അതിനുശേഷം മേളിൽ കാണുന്ന ടിക്കിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അത്തരം കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് ടൂൾസ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കെയർവ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ഈ നടുക്കൂന്ന് നമ്മളിങ്ങനെ താഴത്തേക്ക് നീക്കി കൊടുക്കുക. ജസ്റ്റ് ഒരു നല്ല കറുപ്പാകുന്നിടം വരെ നമ്മളിങ്ങനെ നീക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ പരിപാടി. ഇനി നമുക്ക് നേരെ മേളിൽ കാണുന്ന ടിക്ക് ഓപ്ഷൻ ഞെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അത്തരം പരിപാടി തീർന്നു. ഇനി നമുക്ക് നേരെ താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഡ്രോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെയും ഡ്രോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിലും പിന്നെയും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വേറൊരു പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ മേളിൽ കാണുന്ന കളർ ഓപ്ഷനെ ഞെക്കിയതിന് ശേഷം അവിടുത്തെ കളർ ബ്ലാക്ക് ആക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ടിക്ക് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷനിൽ നമ്മൾ സൈസ് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സെറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ഈ നമ്മുടെ സ്കിന്ന് അല്ലാത്തടം മൊത്തം ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതായത് നമ്മുടെ ഫേസിൻ്റെ ഇവിടെ വരയ്ക്കരുത്. ഈ കഴുത്ത് ഈ ഭാഗമൊക്കെ നമ്മുടെ സ്കിന്ന് കാണുന്നിടമാണ്. അവിടെ ഒന്നും നമ്മൾ ഈ ബ്ലാക്ക് കൊടുക്കരുത്. അത് ഇല്ലാത്തടത്ത് നമ്മളിങ്ങനെ ബ്ലാക്ക് ഇങ്ങനെ കൊടുക്കുക. കറക്റ്റാക്കി നമ്മൾ കൊടുക്കുക. ഈ എഡ്ജസ് ഒക്കെ വരുമ്പോഴത്തേന് കറക്റ്റാക്കി നമ്മൾ വരച്ച് കൊടുക്കുക. അങ്ങനെ നമ്മളിത് ഫുള്ളൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ രീതിക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം വരയ്ക്കുമ്പോൾ കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എറൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് വരച്ചിട്ട് നിങ്ങൾക്ക് എറൈസ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇവിടെ ബ്രഷ് എന്നുള്ള ഓപ്ഷനെ തന്നെ ഞാൻ ഇട്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരു ലെയറിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ലെയറിൻ്റെ ഓപ്ഷൻ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ വരുന്നതായിരിക്കും. അതിൽ മേളിലായിട്ട് കാണുന്ന 3 ഡോട്ട്സ് തൊട്ടതിന് ശേഷം നിങ്ങളതിവിടെ മെർജ് എന്നുള്ള ഓപ്ഷന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മേളിലത്തും താഴത്തും ഫോട്ടോ ഇപ്പം മെർജ് ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് വേറെ ലെയർ ആഡ് ചെയ്യുന്ന പോലത്തെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ 2 ഓപ്ഷൻസ് വരും. അതിൽ എംപ്റ്റി ലെയർ എന്നുള്ള ഓപ്ഷന് നിങ്ങൾ ജസ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അവിടെ വേറൊരു ലെയർ ആഡ് ആയിരിക്കുകയാണ്. ഒന്നുമില്ലാത്തൊരു ലെയർ അവിടെ ആഡ് ആയിരിക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ ആഡ് ഒബ്ജക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ നടുക്ക് കിടക്കുന്ന ഫോട്ടോയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾക്ക് അതുവഴി കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോഴത്തേന് നമുക്ക് ഇങ്ങനെ വരുന്നതായിരിക്കും. ഇതിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് നമുക്ക് ഇതിലുള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത്തരം ഭാഗമൊന്ന് ജസ്റ്റ് ക്രോപ്പ് ചെയ്ത് കളയാം. ഇപ്പോൾ അടിയിൽ അവരുടെ ഒരു ആഡ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ ക്രോപ്പ് ചെയ്ത് കളഞ്ഞത്. ഓക്കെ, ബാക്കിയെല്ലാം ബ്ലാക്ക് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സീനില്ല. മേളിൽ കാണുന്ന ടിക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ ഫോട്ടോ ഇങ്ങനെ വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് 4 സൈഡിലും കാണുന്ന വൈറ്റ് ഡോട്ട്സിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ആ ഫോട്ടോ നിങ്ങൾക്ക് ആവശ്യാനുസരണമുള്ള വലിപ്പത്തിൽ കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഫേസിൻ്റെ കറക്റ്റായിട്ടാണോ അത് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി താഴെയായിട്ട് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് നിങ്ങളിങ്ങനെ കുറച്ചും കൂട്ടി നോക്കുക ഫേസിൻ്റെ കറക്റ്റായിട്ടാണോ ഇരിക്കുന്നതെന്ന്. ഇപ്പോൾ എനിക്ക് ഏകദേശം കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് ഫുള്ളയിലിട്ടതിന് ശേഷം ഇവിടെയായിട്ട് താഴോട്ടിരിക്കുന്ന ആരോ മാർക്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഇരിക്കുന്ന ആരോ മാർക്ക് അതിൽ ഡാർക്ക് എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിൽ ചെയ്യാൻ ഒരൊറ്റ കാര്യം കൂടെ ഉള്ളൂ. നമ്മളിതിൻ്റെ ഒപ്പാസിറ്റി വീണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോഴത്തേനും നമ്മുടെ ഫോട്ടോ ഒരു വൃത്തികേടില്ലാത്ത രീതിയിൽ ആകത്തുള്ളൂ. ഫുൾ ഒപ്പാസിറ്റി ഇട്ട് കഴിഞ്ഞാൽ ചില ഫോട്ടോയുടെ കളർ അനുസരിച്ച് അത് വൃത്തികേടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഫോട്ടോയുടെ കളർ അനുസരിച്ച് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒത്തിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടിരിക്കുന്ന ഫോട്ടോ തന്നെയാണെങ്കിൽ ഒപ്പാസിറ്റി കുറയ്ക്കേണ്ട വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിവിടെ ഏതായാലും കുറച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫോട്ടോയ്ക്ക് നിങ്ങൾക്ക് തൃപ്തികരമാകുന്ന രീതിക്ക് നിങ്ങളത് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഇത്രയും സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പാസിറ്റി നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മേളിൽ കാണുന്ന ടിക്ക് ഓപ്ഷനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിവിടെ കാണുന്ന 3 ഡോട്ട്സ് തൊട്ടിട്ട് അവിടെ ഒന്ന് മെർജ് ചെയ്ത് വെക്കുക.
ഓക്കെ, നമ്മുടെ ഫോട്ടോ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്തൊക്കെ ഇങ്ങനെ ബ്ലാക്ക് കയറാതെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ബ്ലാക്ക് ബ്രഷ് ഞെക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ വരച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ കാണുന്ന ടിക്ക് ഓപ്ഷനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഡൗൺലോഡ് ഓപ്ഷനെ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാലറിയിലോട്ട് വരുത്താവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഫോട്ടോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതാണ്, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനിയും അടുത്ത വീഡിയോയിൽ അടുത്ത ട്രിക്സുമായിട്ട് കാണാം.